ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ ട്രേഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്സിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തന്നിരുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് ജിയോഫിൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് ജിയോഫിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ജിയോഫിൻ നമ്മൾ ഒരു പാരൽ ചാനലായിരുന്നു ഇന്നലെ മാർക്ക് ചെയ്തിരുന്നത്. ഇന്ന് ഓപ്പണിംഗ് തന്നെ ആ ഒരു ചാനൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് 5 മിനിറ്റ് ക്യാനിൽ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടുന്ന് ബൈ ആണ്. ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് ഏകദേശം 1.6% മുകളിലേക്ക് അപ് ട്രെൻഡ് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ജിയോഫിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇന്നത്തെ സ്റ്റോക്കാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് ഹിൻഡ് കോപ്പർ ആണ്. അതിനു മുമ്പ് ഈ ഒരു സ്ട്രാറ്റജി അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മൾ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ക്ലോസിംഗ് ടൈമിൽ നല്ല രീതിയിൽ വോളിംഗ് കയറി വരുന്ന ഒരു സ്റ്റോക്സാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ സ്റ്റോക്സിൽ നമ്മൾ ട്രെൻഡ് ലൈനും അതുപോലെ സപ്പോർട്ട് ലെവലും മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം 5 മിനിറ്റ് ക്യാനിൽ ഈ ഒരു ട്രെൻഡ് ലൈനിലോ സപ്പോർട്ടിലോ ടച്ച് ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്ന ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നാളത്തെ സ്റ്റോക്ക് നോക്കാം. ഹിൻഡ് കോപ്പർ ഇവിടെ കാണാൻ സാധിക്കും. ഹിൻഡ് കോപ്പർ ക്ലോസിംഗ് ടൈമിൽ നല്ല രീതിയിൽ ഒരു വോളിംഗ് കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹിൻഡ് കോപ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഹിൻഡ് കോപ്പറിൽ നമുക്കൊരു സപ്പോർട്ട് ലെവൽ മാർക്ക് ചെയ്യണം. ഒരു സപ്പോർട്ട് ലെവൽ ഞാൻ പറഞ്ഞുതരാം. 216.25 215.15 ഇതാണ് ഹിൻഡ് കോപ്പറിൽ റീസെൻ്റ് വന്നിരിക്കുന്ന സപ്പോർട്ട് ലെവൽ. ഇനി നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ആ ഒരു ടൂൾ കിട്ടും. ആ ഒരു ടൂൾ ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് 20-ാം തീയതിയിലത്തെ ഓപ്പണിംഗ് ക്യാൻഡിലിൻ്റെ ഹൈയും ഇന്നത്തെ ക്ലോസിംഗ് ടൈമിൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയും എന്നുള്ളത് കണക്ട് ചെയ്ത് നല്ലൊരു ട്രെൻഡിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തു. അതുപോലെ സപ്പോർട്ട് ലെവൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഹിൻഡ് കോപ്പറിൽ നാളെ വരാനുള്ള ചാൻസസ് നമുക്ക് നോക്കാം. അപ്പോൾ നാളെ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനും ഈ സപ്പോർട്ടിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് റീടെസ്റ്റ് ചെയ്ത് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു അപ് ട്രെൻഡ് ആണ്. അതല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് നമുക്കൊരു താഴേക്ക് റെഡ് ക്യാൻഡിൽ വന്നാലും നമുക്ക് സെല് ചെയ്യാവുന്നതാണ്. അത് ഈ ഒരു സപ്പോർട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനും സപ്പോർട്ടിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്ത് ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നല്ല രീതിയിലേക്ക് താഴെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ നാളെ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന് താഴെ വന്നാലും നമുക്ക് സെല് ചെയ്യാവുന്നതാണ്. അതൊന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സപ്പോർട്ട് ലെവൽ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ചാൻസസ് ഒക്കെയാണ് നാളെ ഹിൻഡ് കോപ്പറിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ ട്രെൻഡ് ലൈനിലോ സപ്പോർട്ടിലോ ടച്ച് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസ് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എൻട്രി എടുക്കാനായിട്ട്. അതായത് ഇപ്പോൾ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ നല്ല രീതിയിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോകാം. അതല്ല ട്രെൻഡ് ലൈന് താഴെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ സെല്ലിലേക്ക് പോകാം. അതേപോലെ ഇവിടെ സപ്പോർട്ടിൽ വന്ന് ടച്ച് ചെയ്ത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ മുകളിലേക്ക് ക്ലോസ് ചെയ്യുകയാണെങ്കിലും അതായത് ചിലപ്പോൾ ഇവിടെ ഈ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ഈ ഒരു സപ്പോർട്ടിൽ ടച്ച് ചെയ്ത് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യണമെങ്കിലും നമുക്ക് ബൈയിലേക്ക് പോകാവുന്നതാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ പോകാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അതല്ല മാർക്കറ്റ് നല്ല വീക്ക് ആണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെയാണ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകും. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ നാളെ നോക്കേണ്ടത്. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ക്ലോസ് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എൻട്രി എടുക്കാനായിട്ട്. അപ്പോൾ ഈ ട്രെൻഡ് ലൈനും ഈ സപ്പോർട്ട് ലെവലും ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ട് നാളെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.